ഞങ്ങളുടെ ചീഫ് മാനേജർ സുജയ് സാറ്, കോതമംഗലത്തിന്റെ ആരാധനായ ഞങ്ങളുടെ വിനോദ് സാറ്, അതുപോലെ ഈ ഉദ്യമത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന രാജ് സാറ്, ഗാരിമാടം, എന്റെ കുടുംബാംഗങ്ങളെ, ഈ തവണ നേരത്തെ ഒരു തീരുമാനം എടുത്തു, എങ്ങനെയെങ്കിലും വിദ്യാർത്ഥിയാണോ ലാസ്റ്റ് നിമിഷത്തില് പിന്മാറണോ വേണ്ടോ ആലോചനോ തീരുമാനം എടുത്തിട്ട് പിന്മാറുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആരോഗ്യസ്ഥിതിക്ക് മോശമുണ്ട് ഒക്കെയാണെങ്കിലും തീരുമാനമെടുത്തു, അത് നടപ്പാക്കി. SDM 2 മാസം മുമ്പ് വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വീണ്ടും ആദരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വരുന്നു. അതൊരു വാശിയായി. അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ കുറെ പോളിസി ഹോൾഡേഴ്സ് ഞാൻ ഒരു കസ്റ്റമേഴ്സ് മീറ്റ് വെച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇരട്ടി ആൾക്കാർ അതിൽ പങ്കെടുത്തു. കുറെ ആൾക്കാരുടെ മുമ്പിൽ ഈ ആവശ്യം ഞാൻ വെച്ചു. അതിൽ കുറെ പേര് അവിടെ വെച്ച് തന്നെ ആ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് കുറച്ച് ബിസിനസ് അവർ വാഗ്ദാനം ചെയ്തു. അതാണ് വിദ്യാർത്ഥിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം കഴിച്ചിട്ടുള്ള സ്റ്റെപ്പ്. അവിടെ തന്നെ ഈ 31-ാം തീയതി വരെ രാത്രി പകലെടുക്കാൻ കൂട്ടി അതിന്റെ പ്രയോജനം കിട്ടി. അപ്പൊ നമ്മൾ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് നടപ്പാകും. തീരുമാനമില്ലെങ്കിൽ അതിന്റെ ഒരു കാർഡ് തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്തൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാവും. അതാണ് തുടക്കം നന്നായ ഒടുക്കം നന്നാവും. അപ്പൊ അതിനുള്ള തുടക്കം നന്നാവാനുള്ള ഏറ്റവും നല്ലൊരു സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് നമുക്ക് വയ്ക്കാൻ സാധിച്ചത്. ഇത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LIC നേടിയതാണ് 90%. അത് നമ്മളതിനെ അഭിമാനിക്കും. അതിന് LICയുടെ കൂടെ നിൽക്കണം. ഈ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽക്കത്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമോ ഇപ്പൊ പ്രത്യേകിച്ച് ദൂരം പ്രൈസാ കിട്ടണേ. അയൽക്കത്തും മറ്റുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുക ചെയ്യണേ. അത് തന്നെയാണ് ഞാൻ കസ്റ്റമേഴ്സിന് വിറ്റ് വെച്ചപ്പോൾ നല്ല പോളിസി എടുത്തവർക്ക് നല്ല പ്രൈസ് കൊടുത്തു. അല്ലാതെ കാഴ്ചക്കാരായി വന്നവർക്ക് നറുക്കിട്ടെടുത്ത് 90% ആൾക്കാർക്കും സമ്മാനം കൊടുത്തു. അപ്പൊ അവരാ സന്തോഷത്തോടെ സമ്മാനം പിടിച്ച് ആഹാരം കഴിച്ചിറങ്ങി പോകുമ്പോൾ നമ്മൾ അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് തന്നെ തിരിച്ചു കിട്ടും. നമ്മൾ ആർക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ ആദ്യം സാറ് പറഞ്ഞ പോലെ കൈയടിക്കാൻ നമുക്ക് മടി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൈയടി കിട്ടൂല. നമ്മൾ അഭിനന്ദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അഭിനന്ദനം കിട്ടൂല. നമ്മൾ ആരെ ആയി കഴിഞ്ഞാൽ അഭിനന്ദിച്ചുകൊണ്ട് എന്നാ ദോഷം? നമ്മുടെ കയ്യിൽ പൈസ പോലെ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ തയ്യാറാവില്ല. രണ്ടാം മുഖം തിരിച്ചു പോകാൻ തയ്യാറാവും, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിപ്പോകാൻ തയ്യാറാവും. ഇതൊന്ന് മാറ്റിയെടുത്താൽ തന്നെ നമ്മൾ വിജയിക്കും. ഈ എല്ലാവരും വിസ്തരിക്കുകയാണ്. ഈ അവസരത്തിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.